യാമിനി തങ്കച്ചി മുൻ ഭാര്യയ്ക്ക് നേരെയും ഈ രീതിയിലാണ്, കടുത്ത ശാരീരിക ഉപദ്രവങ്ങളായിരുന്നു യാമിനി തങ്കച്ചിക്ക് നേരെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നേ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തും ഗണേഷ് കുമാർ ഇത്തരം ഒരു അധികാരം ഉപയോഗിച്ചാണ് അന്ന് രക്ഷപ്പെട്ടത്. അന്ന് ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ ഒന്ന് അനുനയിപ്പിക്കുവാനൊക്കെ ശ്രമിച്ചു. ഇനി അവസാനം ഉമ്മൻചാണ്ടിക്ക് നേരെ പോലും തൻ്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്നൊക്കെ പോലും പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഗണേഷ് കുമാറിന് ഒരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ല, മറ്റേ മുകളിൽ കുറ്റം ചാരി വെച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പുമില്ല. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ പോലും അതിൽ നിന്ന് പോലും രക്ഷപ്പെടുന്നുണ്ട് ഗണേഷ് കുമാർ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കുമാർജി പറഞ്ഞ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അതായത് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഏറ്റവും ശക്തമായി എല്ലാവർക്കും മന്ത്രി എന്ന പ്രിവിലേജിനപ്പുറം ഈ ഒരു ഭാരതീയനായ ഒരു പൗരന് വളരെ കൃത്യമായിട്ട് അവൻ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നിയമപരമായി അവൻ ജീവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു സഹജീവിക്കുമ്പോൾ ഭാര്യയാണെങ്കിലും അവർക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള അവകാശം മന്ത്രിക്കില്ല. അതെ, ആ ആക്രമണത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രണയത്തെ അല്ല. അതെ, ഈ കാര്യം ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പ്രണയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വിശദീകരണമേ അല്ല. നമ്മൾ ചോദിക്കുന്ന വിശദീകരണം ആ സ്ത്രീയെ എന്തിനു ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ആ സ്ത്രീക്ക് അടിയന്തര സഹായം എത്തിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ എന്തിനവിടെ നിന്ന് പിന്മാറ്റി, രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് പിന്മാറ്റിച്ചു, ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ 2 ഡയലോഗ് പറഞ്ഞ് കേരളത്തിലെ അന്തംകമ്മികളുടെ ഹീറോ ആയി നിൽക്കുകയാണ് ഗണേഷ് കുമാർ. എയിംസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനമൊക്കെ നടത്തി. സുരേഷ് ഗോപി അതിന് ചുട്ട മറുപടി തന്നെ നൽകിയിട്ടുണ്ട്. ആ മറുപടിയും പിന്നീട് വിവാദമാകുന്നു. ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ ഒരു ഭാഷ MP ഉപയോഗിക്കാൻ പാടുണ്ടോ, മന്ത്രി ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നിങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വിചാരണ ചെയ്തതാണ്. അതേ ആൾ തന്നെയാണ്, അതേ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഹീറോയായി മാറിയ ആൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം നൽകുന്നത്. അതായത് താൻ എന്ത് വേണമെങ്കിലും ചെയ്യും, തനിക്കെതിരെ ഒരു ചോദ്യവും ഉണ്ടാകാൻ പാടില്ല. താങ്കളുടെ പ്രണയത്തെ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു വനിതയും അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെയും ചേർത്ത വാർത്തകളുണ്ടായിരുന്നു. ആ വനിതയ്ക്ക് നിരവധി തവണ പരോളുകൾ ലഭിച്ചു, അതിൻ്റെ പിന്നിൽ ഗണേഷ് കുമാറാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ ആരോപണം ശരിയാണെങ്കിലും ഇല്ലെങ്കിലും ഞാനതിനെ തള്ളിക്കളയുന്നു എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഒരു മാടമ്പിത്തരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അല്ല, ഇന്നലെയും അങ്ങനെയാണല്ലോ. ഈ നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ, NSSൻ്റെ താലൂക്ക് യൂണിയൻ ഉണ്ടാക്കിയതിൻ്റെ അച്ഛനാണ്, അത് മുഴുവൻ എൻ്റെ അച്ഛൻ്റെ സ്വത്താണ് എന്നൊക്കെ ഇന്നലെ ആ ഒരു മാടമ്പിത്തരത്തോടു കൂടിയാണ് ഗണേഷ് കുമാർ എല്ലാ വിഷയങ്ങളെയും നേരിട്ടുള്ളത്.